നിങ്ങൾ 2023 ഇറങ്ങിയ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി അവാർഡ് കിട്ടിയ അവരാധ പടം കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ പടത്തിന്റെ റോസ്റ്റ് എങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ 2023 ഇറങ്ങിയ ബെസ്റ്റ് ക്രിഞ്ചസ്റ്റ് കമന്ററി അവരാധ പടം എന്ന അവാർഡ് കിട്ടേണ്ട പടം കണ്ടിട്ടുണ്ടോ? അതാണ് ഈ പടം. ഈ പടം നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റും, പക്ഷെ ഒരിക്കലും കേട്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഈ ഒരു സാധനമാണ്. വെള്ള നിക്കറും നീല ടീഷർട്ടും നീല ഹെയർ ബാൻഡും ആകാശത്തിന്റെ ഒരു കീർ പോലെ തോന്നിച്ച് തലയിടയ്ക്ക് പാത്തുന്നെ നോക്കി ചിരിച്ച് ആ ചിരി കണ്ട് എന്റെ പഠിച്ചോനെ എന്നും പറഞ്ഞ് പാത്തതാ. ഇതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടവർ അരമണിക്കൂർ കഴിഞ്ഞ് ഡയറക്ടറിനെയും ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി പോയെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഓഫ് അപ്പോൾ പടം തുടങ്ങുന്നത് ഇവളെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. കുട്ടിക്കാലത്ത് ഇവളെ ഒരു വേസ്റ്റഡ് ഫെല്ലോ ആയിരുന്നു. വൈകുന്നേരം ഫുട്ബോൾ കളിച്ച ഞാനും ഉണ്ട് കേട്ടോ. പിന്നെ മുണ്ടാതിന്നാലും എന്നെ കളിക്കാൻ കൂട്ടിയാൽ മതി ഓരെല്ലാം പറയുന്നേ. ഇവളെ മെയിൻ പരിപാടി കൊച്ചു പിള്ളേർ ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോളിയായിട്ട് നിന്ന് കമന്ററി പറയുന്നതാണ്. മുട്ടുകാലും പൊട്ടിയാലും വീട്ടെടുക്കൽ രാജ്യമൽക്കാന്ന് പറഞ്ഞ് കണ്ണും കണ്ണും നോക്കി സ്വന്തം ഗോൾ പോസ്റ്റിൽ ആരെങ്കിലും ഗോൾ അടിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരേ ഒരു കുട്ടി ഇവളായിരിക്കും. ഫുട്ബോളിന് മാത്രമല്ല, സൗണ്ട് ഇല്ലാത്ത ടോം ആൻഡ് ജെറിക്ക് പോലും ഇവള് കമന്ററി പറയും. ജെറിമോന്റെ മഞ്ഞ തലോണം എടുത്തു കളഞ്ഞു. ഇങ്ങനെയോ വഴക്കുണ്ടാക്കണ്ടേന്ന് ആലോചിക്കാണ്. എനിക്ക് തോന്നുന്നു ജനിച്ച് ഒരു ദിവസം ആയപ്പോഴേക്കും ഇവള് സംസാരിച്ചു തുടങ്ങി കാണുമായിരിക്കും. ഇവള് ഓരോ കപ്പിൾസിനെയും ബ്രേക്കപ്പ് ചെയ്യുന്നതാണ് ഇവളെ പണി. അല്ലെങ്കിൽ ഓൻ പോയത് നന്നായി വിചാരിച്ചാൽ മതി. ഓന്റെ ഒരു മുടിയും ബ്രോയിലർ കോയിന്റെ തലയിലെ കളറും. ഇവൾക്ക് ലവ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? അങ്ങനെ ഇവളെ ചേട്ടനും നാട്ടിലെ ടീംസും ചേർന്ന് ഇവളെ കളിയിലെ കമന്ററി ആക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പണം തന്നെ വരില്ലായിരുന്നു. മമ്പറം മിനി സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറും പോരാട്ടം. ചങ്കും കരളും പറിച്ചെടുത്താലും ചങ്കൂറ്റത്തെ കടപുഴക്കാൻ കഴിയില്ലടാ എന്ന വെല്ലുവിളികളുമായി. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാടാ കൈയടിക്കാൻ തോന്നുന്നത്? ആരെങ്കിലും ആ ബോൾ എടുത്ത് അവളെ തലമൻ നോക്കി ഒരു അടി കൊടുത്തിരുന്നെങ്കിൽ അപ്പം തന്നെ എൻ ക്രെഡിറ്റ് സീനിയഡ് ആയിരുന്നു. ഈ അവരാധ കമന്ററി ആട്ടിട്ട് അവിടെ ഉള്ളവർ ഗ്രൗണ്ടിൽ കളിക്കുന്നവരെ കാട്ടി ഈ കമന്ററി അടിക്കുന്ന ഇവളെ ഫാൻസാണ്. ഡേ കുറച്ച് മയത്തിലൊക്കെ തള്ളടേ. കളി കാണാൻ വന്നവർ ഇവളുടെ ഓഞ്ഞ കമന്ററി കേൾക്കൂ, അല്ലാതെ കളി ശ്രദ്ധിക്കൂ. അങ്ങനെ അവൾ അതോടെ ഫേമസ് ആവും. എന്തിനാ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്ന് ഏതോ ഒരു പൊട്ടൻ വന്ന് ഇവൾക്ക് ക്ലാസ് വരെ എടുത്തു കൊടുക്കും. പരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ. മൂപ്പത് എന്തൊക്കെയാ പറഞ്ഞത്? കടലെന്നോ തിരമാലെന്നോ? സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ലോ. ഇതൊക്കെ കഴിഞ്ഞ് ഇവൾക്ക് പൈസ ഒക്കെ കൊടുത്താണ് കമന്ററി ഒക്കെ വിളിച്ച് സെറ്റ് ആക്കുന്നത്. ഈ അവരാധ കമന്ററിക്ക് ഇത്രയും ഡിമാൻഡോ? ഇതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടവരുടെ ചെവി അടിച്ചു പോയി കാണും. ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാത്ത നാട്ടിൽ കുറച്ച് മൊണ്ണ ടീംസ് ഉണ്ട്. അതിലൊരു മൊണ്ണയാണ് ഇത്. ആമ്പിള്ളേര് പന്ത് കളിച്ച് പറയുന്നിടത്ത് മായിട്ടൽപ്പം പോകുന്നൊക്കെ നേരെ എല്ലായിടത്തും ഇപ്പം പന്ത് കളിയാണല്ലോ. അതുപോലെ നാണുങ്ങളിരുന്ന മാതിരി കുപ്പായോട്ട് തട്ടവും മര്യാദക്ക് കണ്ട് ഫോട്ടോ പിടിക്കൽ ഫോട്ടല്ലല്ലോ. അതിന് നിനക്കെന്താ പ്രശ്നം? ഇതൊക്കെ കേട്ടപ്പോൾ ഇവളെ തന്തയ്ക്ക് കടിയളവ് ഇവൾക്ക് കല്യാണം ആലോചിക്കുന്ന പയ്യനാണെങ്കിൽ വേറൊരു ടൈപ്പ് അപരാധമാണ്. അർജന്റീനയോ ബ്രസീലോ അല്ല വേണ്ട മാഡ്രിഡോ സിറ്റിയോ? ഈ സിറ്റി എന്നൊക്കെ പറയുമ്പോ മാഞ്ചസ്റ്റർ സിറ്റി, കെവിൻ ഡി ബ്രൂയ്നൊക്കെ ഉള്ള കെവിൻ. നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. ഇതൊക്കെ കേട്ടപ്പോൾ അവൻ ജീവനം കൊണ്ട് ഓടിപ്പോ. ജസ്റ്റ് എസ്കേപ്പ്. അടുത്ത ദിവസം കല്യാണ ആലോചന മുടങ്ങിയോണ്ട് ഈ മൊണ്ണ വീണ്ടും വീട്ടിൽ വന്ന് ഉപദേശം കൊടുക്കും. 4-5 ദിവസം മുമ്പ് എന്നോട് എന്താ പറഞ്ഞു? ഇന്നിപ്പോ എന്തായി? എന്റെ മോളുടെ കുറ്റം കൊണ്ട് എന്നെ അവലിട്ടിട്ട് പോയി. ഇവൾക്കാണെങ്കിൽ അപ്പോൾ ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടിയ ആഗ്രഹം. ഇവൾക്ക് ISL കമന്ററി പറയണമെന്ന്, നമ്മളെ ഷൈജു ദാമെന്ന് പോലെ. എന്ത് ഐശ്വര്യമുള്ള നടക്കാത്ത സ്വപ്നം. ഇവൾക്ക് കമന്ററി മാത്രമല്ല, കമന്ററി കൊണ്ട് പാട്ടൊക്കെ പാടാൻ പറ്റും. അമരീഷ് പുരിയുടെ കൊള്ള സംഘം, ലൈറ്റൊക്കെ മിന്നണ കൊള്ള സംഘം, മുണ്ടാൻ പറ്റാത്ത കൊള്ള സംഘം, വെടിവെച്ച് കളിക്കണ കൊള്ള സംഘം. ദിസ് ഇസ് വെരി ഈസി ഫോർ ഫാത്തിമ. ഇവൾക്ക് ലൈൻ അടിക്കുന്നതും ഇഷ്ടമല്ല, ലൈൻ അടിക്കുന്നവരെ ഇഷ്ടമല്ല. ഇവള് എന്ത് ജീവിയടാ. പിന്നെ പറയുന്ന പോലെ ഡ്രസ് ഇടണം, എവിടെയെങ്കിലും പോണേ ഓനോട് പറഞ്ഞിട്ട് പോകണം, നൈറ്റ് ഉറക്കളിച്ചിരുന്ന് മെസ്സേജ് ആണോ ആളെ വിടും. ആൾക്കാർ മൊത്തം നമ്മൾ പറയണ കേട്ട് ഫുട്ബോൾ കാണണം. ഗോൾ വീഴുമ്പോ നമ്മുടെ ആവേശം കേട്ട് ആവേശം വരണം. നിന്റെ കമന്ററി കേട്ടാൽ കളി കാണാൻ വന്ന ആളുകൾ വരെ തന്നെ കളി കാണാതെ തിരിച്ചു പോകും. അമ്മാതിരി അപരാധം കമന്ററിയാണ്. എനിക്ക് തോന്നുന്നു ഇവൾക്ക് മാത്രമാണ് ഇങ്ങനെ ഇവള് പറയുന്നത് നല്ലപോലെ ഫീൽ ആവുന്നത്. പക്ഷെ കേൾക്കുന്ന നമുക്കെല്ലാം അറിയാവുള്ളൂ തനി അപരാധമാണെന്ന്. അങ്ങനെ ഇവളെ ഗ്യാങ്ങും ചേർന്ന ഒരു പ്ലാൻ. വട്ടത്തിലിരുന്ന് പ്ലാൻ ഇടുമ്പോൾ തന്നെ അറിയാം വട്ടത്തിൽ മൂഞ്ചാനാണ് പോകുന്നത്. അങ്ങനെ കുറെ അലഞ്ഞു നടന്ന അറ്റ് ലാസ്റ്റ് ഇവളെ തലകറങ്ങി വീഴും. അവിടെ റോഡിലുള്ളവർ എല്ലാവരും ചേർന്ന് ഇവളെ ആശുപത്രിയിൽ കൊണ്ടെത്തി. എന്നാലോ ഇവളാണെങ്കിൽ അവിടെയും വിസിലടിച്ച് പഠിപ്പിക്കും. ആശുപത്രിയിൽ വന്ന് വിസിലടിച്ചിട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ വന്നപ്പോഴാണ് ക്യാമിയ റോളിൽ നമ്മളെ ഗൗതം മേനോൻ വന്നിട്ട് ഇവൾക്ക് ഒരു ചാൻസ് കൊടുക്കുന്നത്. അതും ISL. അതേ കൊടുങ്കാറ്റാണ് ഫ്രാൻസിനെതിരെ ഫ്രീ കിക്ക് എടുക്കാൻ എത്തുന്നത്. ആ ബോൾ
ഏറെ കണക്കൂട്ടിയ ഒരു എക്സ്പെരിമെന്റിനായി ടെസ്റ്റ് ട്യൂബ് വെക്കും പോലെ ഒരാൾ താരയിൽ മെഴുകുതിരി കത്തിക്കും പോലെ ആ ബോൾ വെച്ച് ഫ്രീ കിക്ക് അടിക്കാൻ പിന്നിലേക്ക് മാറാണ്. ഏറെ പിന്നിലേക്ക്, ഇനിയും പിന്നിലേക്ക്. ആ ബോളിലേക്ക് ഓടിയെത്തുന്ന റോബർട്ടോ. ഇടം കാൽ കൊണ്ടൊരു മഴവിൽ കിക്ക്. ഫാബിയസ് ബാർട്ടസ് എന്ന ഗോളി ഒരു വെറും വാക്കായി നിന്ന് പോകുന്നു. ഇത് കേട്ടിട്ടാണ് ഇവൾക്ക് ചാൻസ് കൊടുത്തത്. അങ്ങനെ പടന്നു തീർന്നു. എന്നാലും ISL ഫാൻസ് നോക്കി വെച്ചോ ചിലപ്പോൾ റിയൽ ലൈഫിലും വല്ലതും സംഭവിച്ചാലോ.